എല്ലാവർക്കും ഷാഫി ദ ട്രാവലർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. പാലക്കാട് ജില്ലയിൽപ്പെട്ട തലക്കശ്ശേരിക്കടുത്ത കുണ്ടുകാട് ജുമാ മസ്ജിദ്, അതിൻ്റെ പരിസരത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ അതിമനോഹരമായിട്ടുള്ള ഒരു പള്ളി നിർമ്മിച്ചിരിക്കുകയാണ്. പഴയ പള്ളിയാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ ഉദ്ഘാടനം നാളെയാണ്. അത് സംബന്ധമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ആ പള്ളിയുടെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ കാണേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല. പള്ളിയുടെ കവാടത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെയാണ് ഉദ്ഘാടനം. ഇത് പഴയ ഒരു പള്ളിയായിരുന്നു. അപ്പോൾ അത് പുനർനിർമ്മാണം നടത്തിയിട്ട് അതിനുശേഷമുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അല്പസമയത്തിനുള്ളിൽ നമുക്ക് പള്ളിയുടെ അകത്തേക്ക് പ്രവേശനം കിട്ടും. അപ്പോൾ പള്ളിയുടെ ഉള്ളിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. മനോഹരമായിട്ടുള്ള നിർമ്മിതിയാണ് ഇതിൻ്റെ. പാലക്കാട് ജില്ലയിലെ തലക്കശ്ശേരിക്കടുത്ത് കുണ്ടുകാട് എന്ന് പറയുന്ന എൻ്റെ നാടിൻ്റെ തൊട്ടടുത്ത പ്രദേശത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഉദ്ഘാടനം കാത്ത് നിൽക്കുകയാണ് ഈ പള്ളി. നാളെയാണ് ഉദ്ഘാടനം. ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളാണ് നവീകരിച്ച കുണ്ടുകാട് ജുമാ മസ്ജിദ് തലക്കശ്ശേരി. അപ്പോൾ അതിൻ്റെ വിശിഷ്ട വ്യക്തികളാണ് ഈ കാണുന്നത്. മറ്റനേകം പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ പള്ളിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെയാണ് കാര്യമായിട്ടുള്ള ഉദ്ഘാടന പരിപാടി. അപ്പോൾ നമുക്കിനി അകത്തുള്ള വിഷ്വൽസ് കാണാം. കേരളത്തിൽ മർക്കസ് നോളജ് സിറ്റിയിൽ മാത്രമാണ് ഇത്തരത്തിലൊരു സംവിധാനം നിലവിലുള്ളത്. കേരളത്തിൽ മറ്റൊരിടത്തും ഇങ്ങനെ ചലിക്കുന്ന ഒരു മിഹ്റാബ് സംവിധാനം നിലവിൽ ഇല്ല. കോഴിക്കോട് മർക്കസ് നോളജ് സിറ്റിയിൽ മാത്രമാണ് നിലവിൽ ഇങ്ങനെ ഒരു സംവിധാനമുള്ളത്. ഇതേക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ ഈ പ്രദേശത്തെ പ്രമുഖനായിട്ടുള്ള വ്യക്തികൾ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ അഭിപ്രായം കൂടി കേൾക്കാം. പറഞ്ഞോളൂ, എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സാധനം കേരളത്തിൽ ഒന്നുള്ളൂ. രണ്ടാമതാണ് നമ്മുടെ പള്ളിയിൽ വന്നിട്ടുള്ളത്. ഈ സാധനം ഇങ്ങനെ റിമോട്ടിനാണ് വർക്ക് ചെയ്യുന്നത്. ഓൾറെഡി ഇങ്ങനെ റിമോട്ടിൽ ഇങ്ങനെ വർക്ക് ചെയ്യും. കുത്തുബ സമയത്ത് ഫ്രണ്ടിലേക്ക് വരും, കുത്തുബ കഴിഞ്ഞാൽ അതേമാതിരി ബാക്കിലോട്ട് പോകും. ബിംബറ. കേരളത്തില് മർക്കസ് നോളജ് സിറ്റിയിൽ ഉള്ളത്. രണ്ടാമത് തലക്കശ്ശേരി കുണ്ടുകാട് ഈ പുതിയ ഉദ്ഘാടനം കാത്തുനിൽക്കുന്ന പള്ളിയിലാണ്. പിന്നെ മനോഹരമായിട്ടുള്ള കാഴ്ച ഇതിലേക്ക് കരുതിട്ടാ ഒന്നുമണി ആണ് കൊണ്ടൊക്കെ എവിടെയാ എവിടെ അവിടെ പോയിണ്ടെങ്കിൽ അത് താഴത്ത് പോകുന്നുണ്ടെങ്കിൽ ഇനി കോഴിക്കോട് നാളെ വരച്ചാൽ മതി. ആ ചെങ്ങായി കണ്ണൂരിൽ നിന്നാണ് ഓടിയത്. തിരൂരിലെ കോഴിക്കോട് പണി ഒരു കോഴിക്കോട്ടുകാരാ. നമ്മുടെ പള്ളിയുടെ ഉദ്ഘാടനം നാളെ നടക്കുമ്പോൾ നമ്മുടെ പള്ളിയിലെ പ്രധാനപ്പെട്ട ഒരു ഉസ്താദ് ഉണ്ട്. മലപ്പുറം സ്വദേശിയാണ് അദ്ദേഹം. പേരെന്തായിരുന്നു പറഞ്ഞേ? ജസീർ കമാലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മാഷാ അല്ലാ. അപ്പോൾ അദ്ദേഹം ഈ പള്ളിയുടെ ഉദ്ഘാടനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായിട്ട് നിങ്ങളോട് പറയും. ഓക്കെ, പറഞ്ഞോളൂ ഉസ്താദ്, എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏതായാലും ഒരു നാടിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു പള്ളി. 2-3 വർഷമായി വളരെ കഠിനമായ പ്രയത്നത്തിലാണ് ഈ നാട്ടുകാരും ഇതിൻ്റെ മഹല്ല് കമ്മിറ്റിയും ഇവിടെയുള്ള ഓരോ ആളുകളും വളരെ സന്തോഷത്തോടുകൂടെ ഇതിനുവേണ്ടി കഠിനമായി പ്രയത്നം നടത്തി അൽഹംദുലില്ലാ
അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഇന്ന് വളരെ വിശാലമായ രൂപത്തിലുള്ള ഒരു പള്ളി നമുക്ക് ഇവിടെ നിർമ്മിച്ച് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഏതായാലും ഇൻഷാ അള്ളാഹ് നാളെ ഒരുപാട് പണ്ഡിതന്മാരും സാദാത്യങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദരണീയനായ അധ്യക്ഷൻ, കേരളത്തിലെ തലയെടുപ്പുള്ള മഹാപണ്ഡിതൻ സയ്യിദ് അവറുകൾ നമ്മുടെ പള്ളി ഉദ്ഘാടനം ചെയ്യുകയാണ്. എല്ലാവരും ആ സുന്ദരമായ മുഹൂർത്തത്തിന് വേണ്ടി ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ്. ഒരു നാടും നഗരവും അൽഹംദുലില്ലാഹ്. ഓക്കെ, നമ്മളിപ്പോൾ പള്ളിയുടെ അകത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അകത്തുള്ള കാഴ്ചകളാണ് ഇനി നമുക്ക് കാണേണ്ടത്. മനോഹരമായിട്ടുള്ള നിർമ്മിതിയാണ്. ഇപ്പോൾ ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകൾ ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഈ പ്രദേശത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ജാതി മത ഭേദമന്യേ എല്ലാവരും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ടൈൽസൊക്കെ പാകിയിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഇനി നമ്മൾ പള്ളിയുടെ അകത്തേക്കാണ് നമ്മൾ പോകുന്നത്. പള്ളിയുടെ അകത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. മനോഹരമായിട്ടുള്ള കൊത്തുപണികളാൽ അലങ്കരിക്കപ്പെട്ട ഒരു പള്ളിയാണിത്. അതായത് നമ്മുടെ കോഴിക്കോട് മർക്കസ് നോളജ് സിറ്റിയോട് ഏകദേശം കിടപിടിക്കാവുന്ന രീതിയിലുള്ള മുനാരങ്ങളും ടൈലുകളും കൊത്തുപണികളും ഒക്കെയുള്ള അതിമനോഹരമായിട്ടുള്ള പാലക്കാട് ജില്ലയിലെ തലക്കശ്ശേരി കുണ്ടുകാട് എന്ന് പറയുന്ന പ്രദേശത്ത് നിർമ്മിച്ച മനോഹരമായിട്ടുള്ള പള്ളിയാണിത്. ഏതാണ്ട് മർക്കസ് നോളജ് സിറ്റിയോട് കിടപിടിക്കാവുന്ന ഒരു പള്ളി തന്നെയാണ്. അതിൻ്റെ വാതിലുകൾ നിലത്ത് നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള ടൈലുകൾ. നമ്മുടെ പണിക്കാരെല്ലാവരും ഉണ്ട് ഇവിടെ. ഇത് അതിൻ്റെ മെയിൻ കവാടമാണ്. രണ്ട് വശത്തും ഖബർസ്ഥാൻ്റെ ഭാഗങ്ങൾ കാണാം. റോഡിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. പറയാൻ വാക്കുകളില്ല. അതിമനോഹരമായിട്ടുള്ള വിഷ്വൽസ് തന്നെയാണ്. ഇനി നമ്മൾ ഇപ്പോൾ പോകുന്നത് പള്ളിയുടെ അകത്തേക്കാണ്. ഓക്കെ, നാട്ടിലെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അകത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. പള്ളിയുടെ അകത്ത് മനോഹരമായിട്ടുള്ള കൊത്തുപണികളാൽ അലങ്കൃതമായിട്ടുള്ള വാതിലുകൾ. ആ കാഴ്ചകൾ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് എങ്ങും. ഷാഫി ദ ട്രാവലർ. വിശാലമായിട്ടുള്ള 12,000-ൻ്റെ മുകളിൽ ആളുകൾക്ക് നമസ്കരിക്കാൻ സൗകര്യം ഒരുക്കിയ ഒരു പള്ളിയാണിത്. വളരെ വിശാലമായിട്ടുള്ള ഒരു സൗകര്യങ്ങളുള്ള ഒരു പള്ളി. അതുപോലെ കാർപ്പറ്റ്, നല്ല മനോഹരമായിട്ടുള്ള കാർപ്പറ്റാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. അതുപോലെ നല്ല AC, കൂളിംഗ് ഉള്ള AC ഉണ്ട്. AC-യുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്.
സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. നല്ല വൃത്തിയിൽ ഭംഗിയായിട്ട് ഖുർആൻ അടക്കി വച്ചിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഷെൽഫ്. ഇതൊക്കെയാണ് പള്ളിയുടെ അകത്തുള്ള കാഴ്ചകൾ കേട്ടോ. ഇനി നമുക്ക് വീണ്ടും അകത്തേക്ക് തന്നെ കയറാം. അസീഫ് ക, ഈ പള്ളിയെ കുറിച്ച് 2 വാക്ക് ഒരു. പള്ളി ഞങ്ങളുടെ അഭിമാനമാണ്. ഓക്കെ, എന്താ പറയുന്നത്? പള്ളിയെ കുറിച്ച് 2 വാക്ക് പറയാം. എന്താ പള്ളിയെ കുറിച്ച് പറയാനുള്ളത്? ഞങ്ങളുടെ നാട്ടുകാരുടെ അഭിമാനമായ ഒരു പള്ളിയാണ്. ഞങ്ങളുടെ മഹല്ല് കമ്മിറ്റി, ഞങ്ങളുടെ നാട്ടുകാർ, ഞങ്ങളുടെ പ്രവാസികൾ, ഖത്തർ, ദുബായ്, UAE, സൗദി അറേബ്യ പ്രവാസികൾ, നാട്ടിലുള്ള പ്രമുഖ വ്യക്തികൾ ഏകകണ്ഠമായി എടുത്ത് തീരുമാനത്തോടെ നല്ലൊരു പള്ളി, ഞങ്ങളുടെ അഭിമാനമായ പള്ളി ഞങ്ങൾ പണിയെടുത്ത് കഴിഞ്ഞ് അതിൻ്റെ ഉദ്ഘാടനം നാളെ 3 മണിക്ക് ജിബിരി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. ഇൻഷാ അല്ലാഹ്. പോരാ? അപ്പോൾ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് പള്ളിയെക്കുറിച്ച് നമ്മളോട് ആധികാരികമായിട്ട് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അതിൻ്റെ മനോഹരമായിട്ടുള്ള മറ്റ് കാഴ്ചകൾ കാണാം. ജസ്റ്റ് ഒന്ന് പിടിക്കും. അഭിപ്രായം ചോദിക്കണ്ടേ? ഹലോ. അപ്പോൾ ഇതാ നാട്ടിലെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഇവിടെ ഉണ്ട്. ഹായ്, എന്താണ് ഉദ്ഘാടനമൊക്കെ ഉഷാറല്ലേ? ആ, ഓക്കെ ഓക്കെ. ആ ആ എന്താണ് പള്ളി ഉദ്ഘാടനം സംബന്ധമായിട്ട് എന്തെങ്കിലും? ഓക്കെ ഓക്കെ. നമ്മുടെ നാട്ടിലെ പ്രഗത്ഭരായ മറ്റൊരു വ്യക്തിത്വം ഇവിടെ ഉണ്ട്. എന്താണ് പള്ളി ഉദ്ഘാടനത്തിനെ കുറിച്ച്? എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട്, നാളത്തെ കാര്യങ്ങളും മഴ കുറച്ചൊന്ന് ഒതുങ്ങി കിട്ടിയാൽ ഉഷാറായി പോകുന്നുള്ളൊരു. പള്ളി ഉദ്ഘാടനത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്പസമയത്തിനുള്ളിൽ നമ്മുടെ മന്ത്രി MP രാജേഷ് ഈ പാലക്കാട് ജില്ലയിലെ തലക്കശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്ത് കുണ്ടുകാട് ഈ മസ്ജിദ് സന്ദർശനത്തിനായിട്ട് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ അദ്ദേഹം വരുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മളിനി പോകുന്നത് പള്ളിയുടെ മുകൾ ഭാഗത്തേക്കാണ്. മുകളിലേക്കുള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓരോ സ്റ്റെപ്പുകൾ കയറിയിട്ട് നമ്മൾ മുകളിൽ എത്താൻ വേണ്ടി പോവുകയാണ്. അവിടെ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ്, സെറ്റപ്പുകളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇവിടെ അറബിക് കാലിഗ്രാഫി നിങ്ങൾക്ക് ദൃശ്യമായിട്ട് കാണാം. മനോഹരമായിട്ടുള്ള അറബിക് കാലിഗ്രാഫിയിലാണ് ഇവിടെ ഈ കൊത്തുപണി ചെയ്തു വച്ചിരിക്കുന്നത്. അതിൻ്റെ മനോഹരമായ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവുകയാണ്.
അപ്പോൾ നമ്മൾ മുകളിൽ എത്തിയിരിക്കുകയാണ് സ്റ്റെപ്പ് കയറിയിട്ട്. ഇവിടെയും അതിവിശാലമായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് നമസ്കരിക്കാൻ സൗകര്യങ്ങൾ ചെയ്തു വച്ചിരിക്കുകയാണ്. ഒരു കോഴിക്കോട് മർക്കസ് നോളജ് സിറ്റി കഴിഞ്ഞാൽ ബൃഹത്തായിട്ടുള്ള ഒരു പള്ളിയാണ്. പാലക്കാട് ജില്ലയിലെ തന്നെ ഒരുപക്ഷെ ഏറ്റവും വലിയ പള്ളി ഇതായിരിക്കാം. അപ്പോൾ ആ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ തൂണുകൾ, അതിൻ്റെ സ്റ്റെപ്പുകൾ, ഇവിടെ അതിൻ്റെ മിഹ്റാബ്, മിമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ താഴത്തെ നിലയിൽ കണ്ടു. പക്ഷേ ഇപ്പോൾ അതാ നമ്മൾ മുകളിലെത്തിയിരിക്കുകയാണ്. മുകളിലും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇത്ര ഭംഗിയുള്ളൊരു പള്ളി ഒരുപക്ഷെ പാലക്കാട് ജില്ലയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടുന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ നാളെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് വീഡിയോ എടുക്കാൻ ചില തിരക്കുകൾ കാരണം പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ തലേ ദിവസം വന്നിട്ട് മാക്സിമം വീഡിയോകൾ എടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് റോഡിൽ നിന്നുള്ള വിഷ്വൽസാണ്. പള്ളിയുടെ ഖബർസ്ഥാനും അതിനോടനുബന്ധിച്ച് ആ ബോർഡും കാണാം. കവാടമാണ് ആ കാണുന്നത്. റോഡിൽ നിരനിരയായിട്ട് വാഹനങ്ങൾ കിടക്കുന്ന, പാർക്ക് ചെയ്തിരിക്കുന്ന കാഴ്ചകളും കാണാം. ഇത് പാലക്കാട് പട്ടാമ്പി സ്ട്രെയിറ്റ് ഹൈവേ ആണ്. ആ റോഡിൻ്റെ പാലക്കാട് ജില്ലയിൽ തലക്കശ്ശേരിക്കടുത്താണ് ഈ പ്രകൃതി മനോഹരമായിട്ടുള്ള ഈ പ്രദേശത്താണ് കുണ്ടുകാട് ജുമാ മസ്ജിദ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ അത് പുനർനിർമ്മാണം ചെയ്തപ്പോഴാണ് ഇത്തരമൊരു അവസ്ഥയിലേക്ക് എത്തിയത്. അതിമനോഹരമായിട്ടുള്ള കാഴ്ച. ഇനി നാളെ ഇതിൻ്റെ ഉദ്ഘാടനമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി MP രാജേഷ് ഈ മസ്ജിദ് സന്ദർശനത്തിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ പള്ളി നടന്ന് ചുറ്റിക്കാണുകയും ഇതിൻ്റെ സൗകര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. അദ്ദേഹം നമ്മളോട് അതേക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറച്ച് കാര്യം ബഹുമാന്യനായ ജഫ്രി മുത്തുക്കോയ തങ്ങൾ നാളെ ഉദ്ഘാടനം ചെയ്യുന്ന ഈ മസ്ജിദ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. വളരെ ഗംഭീരമായിരിക്കുന്നു. വിപുലമായ സൗകര്യങ്ങളെല്ലാമുള്ള ഒരു മസ്ജിദാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ മസ്ജിദിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. അപ്പോൾ നമ്മൾ നിലവിലിപ്പോൾ പള്ളിയുടെ ഉൾഭാഗം അതുപോലെ പുറം ഭാഗം എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ മുകളിലെ നില എങ്ങനെയാണ് സജ്ജീകരിച്ചിരിക്കുന്നതെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും നമുക്ക് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ കാണാം. നമ്മളിനി പോകുന്നത് പള്ളിയുടെ മുകൾ ഭാഗത്തേക്കാണ്. മുകളിലേക്കുള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓരോ സ്റ്റെപ്പുകൾ കയറിയിട്ട് നമ്മൾ മുകളിൽ എത്താൻ വേണ്ടി പോവുകയാണ്. അവിടെ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ്, സെറ്റപ്പുകളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇവിടെ അറബിക് കാലിഗ്രാഫി നിങ്ങൾക്ക് ദൃശ്യമായിട്ട് കാണാം. മനോഹരമായിട്ടുള്ള അറബിക് കാലിഗ്രാഫിയിലാണ് ഇവിടെ ഈ കൊത്തുപണി ചെയ്തു വച്ചിരിക്കുന്നത്. അതിൻ്റെ മനോഹരമായ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ മുകളിൽ എത്തിയിരിക്കുകയാണ് സ്റ്റെപ്പ് കയറിയിട്ട്. ഇവിടെയും അതിവിശാലമായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് നമസ്കരിക്കാൻ സൗകര്യങ്ങൾ ചെയ്തു വച്ചിരിക്കുകയാണ്. ഒരു കോഴിക്കോട് മർക്കസ് നോളജ് സിറ്റി കഴിഞ്ഞാൽ ബൃഹത്തായിട്ടുള്ള ഒരു പള്ളിയാണ്. പാലക്കാട് ജില്ലയിലെ തന്നെ ഒരുപക്ഷെ ഏറ്റവും വലിയ പള്ളി ഇതായിരിക്കാം. അപ്പോൾ ആ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ തൂണുകൾ, അതിൻ്റെ സ്റ്റെപ്പുകൾ, ഇവിടെ അതിൻ്റെ മിഹ്റാബ്, മിമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ താഴത്തെ നിലയിൽ കണ്ടു. പക്ഷേ ഇപ്പോൾ അതാ നമ്മൾ മുകളിലെത്തിയിരിക്കുകയാണ്. മുകളിലും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്.
ഇത്ര ഭംഗിയുള്ളൊരു പള്ളി ഒരുപക്ഷെ പാലക്കാട് ജില്ലയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടുന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ നാളെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് വീഡിയോ എടുക്കാൻ ചില തിരക്കുകൾ കാരണം പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ തലേ ദിവസം വന്നിട്ട് മാക്സിമം വീഡിയോകൾ എടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് റോഡിൽ നിന്നുള്ള വിഷ്വൽസാണ്. പള്ളിയുടെ ഖബർസ്ഥാനും അതിനോടനുബന്ധിച്ച് ആ ബോർഡും കാണാം. കവാടമാണ് ആ കാണുന്നത്. റോഡിൽ നിരനിരയായിട്ട് വാഹനങ്ങൾ കിടക്കുന്ന പാർക്ക് ചെയ്തിരിക്കുന്ന കാഴ്ചകളും കാണാം. ഇത് പാലക്കാട് പട്ടാമ്പി സ്ട്രെയിറ്റ് ഹൈവേ ആണ്. ആ റോഡിൻ്റെ പാലക്കാട് ജില്ലയിൽ തലക്കശ്ശേരിക്കടുത്താണ് ഈ പ്രകൃതി മനോഹരമായിട്ടുള്ള ഈ പ്രദേശത്താണ് കുണ്ടുകാട് ജുമാ മസ്ജിദ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ അത് പുനർനിർമ്മാണം ചെയ്തപ്പോഴാണ് ഇത്തരമൊരു അവസ്ഥയിലേക്ക് എത്തിയത്. അതിമനോഹരമായിട്ടുള്ള കാഴ്ച. ഇനി നാളെ ഇതിൻ്റെ ഉദ്ഘാടനമാണ്.